മധുരരാഗം കൊണ്ട് സ്നേഹ വസന്തം പകർന്ന കുഞ്ഞു പാട്ടുകാരുടെ വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. പാട്ടുകൂട്ടിലേക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വെൽക്കം ജഡ്ജസ്. സ്വരമാധുരിയുടെ വെണ്ണില ചന്തം പകർന്ന കാസർഗോഡിന്റെ കൊച്ചുപാട്ടുകാരൻ മഹിക്കുട്ടൻ എത്തുന്നു. വെൽക്കം മഹിപാൽ ഓൺ സ്റ്റേജ്. മഹീസ്, എന്തോ സാർ? ഡ്രസ്സൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സാർ. നന്നായിട്ടുണ്ട്. നല്ല പാട്ട് സെലക്ഷൻ ആണെന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു ഗൗരവമുള്ള പാട്ടാണെന്ന് തോന്നുന്നു. ഏത് പാട്ടാ? ചിത്രശില പാളികൾ. ആഹാ, ബ്യൂട്ടിഫുൾ. ബ്രഹ്മചാരി എന്നുള്ള പടം. ആ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം. ആ വയലാർ രാമവർമ്മ സാർ എഴുതി. ആ പിന്നെ പാടിയത് യേശുദാസ്. പറയണോ? യെസ്. അത് ആ ഭാവം ഉൾക്കൊണ്ട് പാടണം. ആ ചിത്രശില പാളികൾ. എങ്ങനെയാ അതൊന്ന് പാടുന്ന ഒരു ഒന്ന് വെറുതെ പാടി. ചിത്രശില പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ അവിടെ കുറച്ചുകൂടെ നിന്റെ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. അതൊക്കെ ഓർത്ത് കണ്ട് നന്നായിട്ട് പാടും കേട്ടോ. ഓ ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. നീയാം ഗായിക തമ്പുരു മീട്ടും നവരാത്രി മൺ
ശ്രീകോവിലകം ഞാൻ തീർത്തു അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. പാൽമോനെ എന്താ സാർ? നന്നായിരുന്നടാ, താങ്ക് യു സാർ. നന്നായിട്ട് പാടി. നല്ല എഫർട്ടാണ് പാടിയത്, നല്ല എഫർട്ടാണ്. താങ്ക് യു സാർ. പിന്നെ മോൻ്റെ ശബ്ദ സ്വാതന്ത്ര്യമാണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പിടിക്കുന്നത്. ഫുൾ ത്രോട്ടിലല്ലേ മോൻ പാടുന്നത് ഇപ്പോഴും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ മോൻ്റെ ശബ്ദം കുറച്ചൊന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് ആ ഗുപ്പ് കയറി വരും. ആദ്യം തുടക്കത്തിലൊന്ന് വന്നു, പിന്നെ അതങ്ങ് മാഞ്ഞു, കറക്റ്റായിട്ട് അങ്ങ് പോയി ദൈവാധീനം കൊണ്ട്. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു എല്ലാം സാർ. കുറേ സ്ഥലങ്ങൾ വളരെ നന്നായിട്ട് പാടി. പക്ഷെ ഒരു കാര്യം മോൻ മനസ്സിലാക്കണ്ടേ, മോൻ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയാൽ ഇതിൻ്റെ 3 ഇരട്ടി പാടാൻ പറ്റും. കാരണം കയ്യിൽ പാട്ടുണ്ട്, മോൻ്റെ മനസ്സിൽ പാട്ടുണ്ട്, പഠിച്ചതും കറക്റ്റാണ്. അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് പാടിയാൽ ഇതിൻ്റെ ഭാവങ്ങൾ മുഴുവൻ വരത്തില്ല. അപ്പം മോനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മോന് ഇവിടെങ്ങും ആരുമില്ല. ഫൈസലേ ഒന്ന് ചോദിച്ചിട്ട് ചിത്രശിലാപാളികൾ കൊണ്ടൊരു, അങ്ങനെ അതാണ് ഫീൽ. അതുപോലെ നീയാം ഗായിക തമ്പുരുമീട്ടും, അതെല്ലാം ചേർന്ന് പാടിയാൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. ഒന്ന് പാടി. നീയാം ഗായിക തമ്പുരുമീ- തമ്പുരു തമ്പുരു തമ്പുരുമീട്ടും നവരാത്രി മണ്ഡപത്തിൽ. കറക്റ്റ് ശ്രുതി. ഇപ്പം നേരത്തെ ശ്രുതി ഇത്തിരി കുറവായിരുന്നു. പിന്നെ സ്വാമിയുടെ പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മൊത്തം എന്താണ് ആഭേരി രാഗത്തിൻ്റെ എല്ലാം കൂടെ ഉരുട്ടി വെച്ചിരിക്കുക. ക്ലാസിക്കലൊന്നും പഠിക്കുന്നില്ലല്ലോ, പഠിക്കണം കേട്ടോ. കാരണം പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല, പഠിക്കണം നന്നായിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മഹിപാൽ, എന്തോ സാർ? നല്ലായിരുന്നു, നല്ല സെലക്ഷൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത് സ്വാമിയുടെ. കുറച്ചും കൂടി ഇതിലേക്ക് ഒന്ന് ലയിക്കാനുണ്ട്, ഇറങ്ങി വരാനുണ്ട് പാട്ടിലേക്ക് കേട്ടോ. ശ്രുതി, പ്രത്യേകിച്ച് ശ്രുതി പല സ്ഥലങ്ങളിലും കുറച്ചും കൂടി ചേരാനുണ്ട്. അതിൽ നീയാം മേനക ആദ്യത്തെ തവണ അത് കറക്റ്റ് നോട്ടിലേക്ക് വന്നില്ല, രണ്ടാമത്തേൽ കുറച്ചും കൂടി ബെറ്ററായി. പിന്നെ അത് അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന ശ്രീകോവിലകം ഞാൻ തീർത്തു ആ ഭാഗമില്ലേ, അതും കുറച്ച് പിച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. നവരാത്രി മണ്ഡപത്തിൽ അത് നിന്റെ രതിസുഖസാരെ, അവിടെയൊക്കെ മൈന്യൂട്ടായിട്ട് പിച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ലയിച്ച് ചേരണം, അത് നല്ലതാണ്. അപ്പോൾ അങ്കിൾ പഠിപ്പിച്ചില്ലേ, അപ്പോൾ അതൊക്കെയാണ് ഒരു പ്രശ്നം തോന്നിയത്. സ്വാമിയുടെ പാട്ടിലൊരു പ്രത്യേകത, സ്വാമി അത് ഒരു പ്രത്യേകതയുണ്ട് സ്വാമിക്ക് മിക്ക പാട്ടുകളിലും. ഇപ്പം ഇതിൽ തന്നെ ചിത്രശീല, ഇപ്പൊ സ്വാമി പാടാൻ എങ്ങനെ പാടുക, ചിത്രശീല എന്ന് പാടും സ്വാമി. പറഞ്ഞുതരാം എങ്ങനെയാ, സ്വാമിയുടെ ശബ്ദം ഏകദേശം അങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ ഉത്തരാസ്വയം വരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ചിലര് കേൾക്കുമ്പോ ഉത്തരാസ്വയം വരം എന്ന് പാടും, അതല്ല ഉത്തരാസ്വയം ഉണ്ട്, ഉത്തരാസ്വയം എന്നുണ്ട്. അതില് പലർക്കും അത് മനസ്സിലാവില്ല. ചിലപ്പോൾ എല്ലാവരും ഉത്തരാസ്വയം എന്ന് പാടും, സ്വയംവരം അങ്ങനെ പാടും. അപ്പൊ അതല്ല, അതിന്റെ കുറേ ഒരു പ്രത്യേകതകളുണ്ട് സ്വാമിയുടെ ട്യൂണില്, പറഞ്ഞു തന്നെ രീതിക്കും എല്ലാം. അപ്പോൾ മോൻ പാടിയപ്പോഴൊക്കെ സ്വാമിയുടെ ശബ്ദമാണ് എൻ്റെ മനസ്സിൽ കേൾക്കണത്, ദാസറിന്റെ ശബ്ദവും സ്വാമിയുടെ ശബ്ദവും. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ലയിച്ച് കുറച്ചും കൂടി ശ്രദ്ധിച്ചൊക്കെ പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. മോനെ, മോൻ്റെ റെൻഡിഷൻ നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാം. ഇപ്പം രണ്ടുപേരും ആ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ശരിക്കും നമ്മൾ സാധാരണ നമ്മൾ പാടുന്ന ഫിലിം സോങ്സും ശരിക്കും കർണാട്ടിക് കൃതികൾ, ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം കേട്ടിട്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ, എനിക്ക് തോന്നുന്നു ദക്ഷിണാമൂർത്തി സ്വാമിയുടെയൊക്കെ പാട്ടുകൾ നല്ല അടിത്തറയിലാണ്, കർണാടക സംഗീതത്തിൻ്റെ നല്ല എന്നാൽ അതേസമയം ഒരു ലൈറ്റ് മ്യൂസിക്കിൻ്റെ ഒരു ചെറിയൊരു രൂപമുണ്ട് താനും, ഒരു സിനിമയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള രൂപത്തിലുള്ളൊരു ഇതുണ്ട്, പക്ഷേ നല്ല അടിത്തറയിലാണ്. അപ്പം നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കി കേട്ട് പലാവർത്തി കേട്ട് ഈ രാഗത്തിലുള്ള മറ്റ്
കൃതികൾ ഒന്ന് കേട്ട് അങ്ങനെയൊക്കെ ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മോന് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ബാക്കി എല്ലാ സിനിമ പാട്ടുകളും പഠിക്കുന്ന പോലെ ആകരുത് ഇങ്ങനത്തെ പാട്ടുകൾ. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലുള്ള ഇങ്ങനെയുള്ള കമ്പോസേഴ്സിൻ്റെ ഒക്കെ പാട്ടുകൾ പഠിക്കുമ്പോൾ ഇങ്ങനൊരു നമ്മളൊന്ന് പരതണം ശരിക്കും, മനസ്സിലായി അതിൻ്റെ ഒരു ഇത് കിട്ടാനായിട്ട്. അങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ മോൻ്റെ ആ റെൻഡിഷൻ വളരെ നല്ലതായിരിക്കും. മനസ്സിലായോ വല്ലതും? ഓക്കെ. അപ്പം പാടിയത് നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഏതോ പുഷ്പശരം കൊണ്ടിന്നല്ലേ ആ ഒരു ഭാഗം വളരെ സ്മൂത്തായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അത് മുഴുവനായിട്ട് അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിങ്ങനെ വന്നു. അപ്പം അത് നന്നായി വരട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. So Palmane, we are giving you 98 out of 100. താങ്ക് യു സർ. ആദ്യ ഒരു ദക്ഷിണാമൂർത്തി സ്വാമി പൂക്കുരികൾ. താങ്ക് യു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മധുര ഗാനങ്ങൾ കൊണ്ട് മനസ്സ് കവർന്ന കുഞ്ഞു പാട്ടുവേദിയിലേക്ക് ദേവനന്ദ എത്തുന്നു. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. പച്ചക്കിളിപ്പവിഴ പാൽ വർണ്ണ മൊത്ത ദേവനന്ദക്കുട്ടി അല്ല ദേവനന്ദക്കുട്ടി എന്നാ പറഞ്ഞേ. തുടങ്ങി എന്താ ഒരു ഒച്ച ഇടാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോ ഒരു ഒച്ച ഇടും. എന്തോ ചെയ്ത് എന്താന്നറിയ ഇങ്ങനെ ഒരു സൗണ്ട് കേൾപ്പിക്കും. അത് MG ഞങ്ങൾ കറക്റ്റ് കാണിക്കും. Come on. പിന്നെയും ആരോഗ്യനാവണ്ടേ. പിന്നെ അങ്ങനെയാണോ ചെയ്തത്? അല്ല, ശബ്ദം അങ്ങനെയല്ല സത്യത്തില്, പക്ഷെ അവൾ അങ്ങനെയാ എപ്പോഴും പെരുമാറുന്നത് അങ്ങനെയാ. എന്താ ഇങ്ങനെ ചമ്മി നിക്കണേ? എന്താ കുളിര് എപ്പോഴും കുളിരാണല്ലോ. എന്തെങ്കിലും കുളിരിന്റെ എന്താ രഹസ്യം അതിന്റെ കുളിരിന്റെ? തണുപ്പ്. അപ്പൊ പാട്ട് എങ്ങനെ പാടും? പിന്നെ അത് തണുപ്പാ പാട്ട്. പാട്ടും തണുപ്പാണ്. ഓ, അതാണ് ഇങ്ങനെ കുളിർന്ന് വന്നത്. ശരി. എന്താ ഓ ശരി. വീട്ടിൽ ഇങ്ങനെയാണോ എല്ലാരും ഒക്കെ? അച്ഛനും അമ്മയും ബാക്കി എല്ലാരും? ഇവക്ക് പുറത്തിറങ്ങുമ്പോ ഒരു കുഴപ്പമില്ല, വീട്ടിൽ ചെന്ന് കഴിയുമ്പോ മാറും. ഇങ്ങനെയാവോ? ഇങ്ങനെയാ. അച്ഛൻ വന്ന് പറയും അപ്പൊ അച്ഛൻ അപ്പൊ അച്ഛൻ പറയും അപ്പൊ അമ്മ വന്ന് എല്ലാരും ചോദിക്കും. അപ്പൊ വീണ്ടും എല്ലാരും കൂടി ഇരിക്കുമ്പോ അപ്പൊ വീണ്ടും അവൾക്ക് ചിരി വരുന്നില്ലേ? അതിപ്പോ മീനുന്റെ അടുത്ത് ശബ്ദം കേട്ടല്ലോ. അത് അതെ. അപ്പൊ അതിനിടയിൽ പറയും കേട്ടോ. മതി. ഒരു പ്രത്യേക തരം ജീവിതമാണ്. അപ്പുറത്തെ വീട്ടുകാരൊക്കെ ആയിരിക്കും എന്തോ ഇത്. അപ്പൊ മണി എത്രയായിരുന്നു ചോദിക്കും. കോഡ് 8:45 അവർ ഊണ് കഴിക്കുന്നു. അതായത് നമുക്ക് തുടങ്ങാനല്ലേ? തുടങ്ങിക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
പദനിസ്വനം പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുവൂതുന്ന മൃദുമന്ത്രണം പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം പടി കടന്നെത്തുന്ന പദനിസ്വനം വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സാർ. നമ്മളെ അസലായിട്ട് പാടിയിട്ട് താങ്ക് യു സാർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. കാരണം ബ്യൂട്ടിഫുൾ വോയിസ്. താങ്ക് യു. ആദ്യത്തെ ഹമ്മിങ് ഒക്കെ എന്താ രസം, നല്ല ശബ്ദവും നല്ല സുഖമുള്ള വോയിസ്. പല്ലവി അതിഗംഭീരമായിരുന്നു. താങ്ക് യു സാർ. ചരണത്തിൽ വന്നപ്പം ചരണത്തിൽ മിഴികളിൽ കുറുകുന്ന അവിടെ ശ്രുതി ഇത്തിരി പോയി. ആ ശ്രുതി കറക്റ്റായിട്ട് സെക്കൻഡ് ടൈം വരുന്ന സംഗതിയും കൂടെ ശരിയാക്കണം. ഒന്ന് പാടാവുന്നു. അവിടെ ടച്ച് ചെയ്യണ്ട. പിന്നെ ഇതുപോലെ തന്നെ ആയിരുന്നു അടുത്തതിലും അണിനില. ആ പ്രശ്നം അവിടെ പിന്നെ ബാക്കി ഒരുപാട് കട്ടിങ്സ് വന്നു. പിന്നെ മോള് പാട്ടൊക്കെ പാടിയെങ്കിലും
നമ്മളൊന്ന് ഈ പാട്ടിനെ നമ്മൾ വെറുതെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു പോകണം. ഞാൻ പറഞ്ഞേ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പാട്ട് മോള് കറക്റ്റായിട്ട് പാടി, എങ്കിലും ഇത് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് പഠിക്കാൻ പറ്റും ഈ വാട്ട് ഈസ് ഇൻസൈഡ് ദിസ് സോങ്. ഇപ്പം നമ്മൾ പാട്ട് പഠിച്ച് പാടി ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് വെറുതെ ഫോർ യുവർ നോളജ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ദേവനന്ദ, എന്താ ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പച്ച കളർ, നല്ല ഡിസൈനും അതില്. താങ്ക് യു സർ. പിന്നെ പാട്ട് വളരെ നന്നായിട്ട് തന്നെയാണ് പാടിയത്, വളരെ നന്നായിരുന്നു പാടിയത്. താങ്ക് യു സർ. അപ്പൊ എന്തായാലും വോയിസ് വളരെ നല്ലതാണ്. അപ്പൊ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. ഈ പാട്ടിന് ഇപ്പം നോട്ട്സ് ഒക്കെ വളരെ ഭൂരിഭാഗം കറക്റ്റായിട്ട് തന്നെ വന്നു. കുറച്ചും കൂടി അതിലേക്ക് ഒന്ന് ഇറങ്ങി വരാനുണ്ട് പാട്ടിലേക്ക്, കേട്ടോ. കുറച്ചും കൂടി അതിലേക്ക് അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് പാടണം എന്ന് എനിക്ക് ഫ്ലോ വരണം തോന്നി. പിന്നെ ആ സ്വകാര്യം പറഞ്ഞതാവാം, കൊള്ളാം. ഇത്തിരി സ്വകാര്യം വന്നിട്ടുണ്ട് അതിൽ. അതെങ്ങനെയായിരുന്നു സ്വകാര്യം? സ്വകാര്യം നല്ല പറഞ്ഞ നല്ല ശീലം ഉണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ. ഇപ്പം നമ്മൾ പാട്ടിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ടല്ലോ. എങ്ങനെ ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം ആരോ സ്വകാര്യം പറഞ്ഞതാ. ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള പാട്ടാ സ്റ്റേജിൽ പാടാൻ, കേട്ടോ. അപ്പോൾ എന്തായാലും അത് മാക്സിമം ഒരു നന്നായിട്ടുണ്ട്. ഇനിയും നന്നാക്കാം. കുറച്ചും കൂടി ഫ്ലോ വരണം, കുറച്ചും കൂടി ഭാവം വരുത്തണം എന്നൊക്കെ എനിക്ക് തോന്നി, കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ദേവനന്ദ, എന്താ ശരിക്കും നമ്മൾ പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ ദേവനന്ദ പറഞ്ഞില്ലേ, തണുപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും ഈ പാട്ട് ശരിക്കും ആ ഒരു മൂഡ് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കാര്യം ശരിയാണ്, ഇങ്ങനെ വർത്താനം പറയുമ്പോഴത്തേക്ക് ഇതുണ്ടെങ്കിലും ഈ പാട്ടിന് ഇത് കറക്റ്റായിട്ട് സെറ്റായി. പൊതുവെ ഒരു ഹസ്കി വോയിസ് ആണ്. ഈ ഒരു കൈൻഡ് ഓഫ് സോങ്ങിനകത്ത് ഒന്നും പറയാനില്ല, ഭയങ്കര ഫീലായിരുന്നു, സൂപ്പറായിരുന്നു. വോയിസ് ഇപ്പൊ പറയും താങ്ക് യു സർ അതിന്ന്. പക്ഷെ ഇപ്പൊ നേരത്തെ വർത്താനം പറഞ്ഞ പോലെ അല്ല പാട്ട് വന്നപ്പം, അത് അടിപൊളിയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. ഐ ലൈക്ഡ് ഇറ്റ് വെരി മച്ച്, കേട്ടോ. സൂപ്പർ. മോളെ പല്ലവി നന്നായിരുന്നു. ചരണത്തിൽ ഈ 2 ചരണത്തിൽ ഈ പ്രശ്നങ്ങളുണ്ടായി. ടോട്ടലി നോക്കിയാൽ നന്നായിരുന്നു, ബട്ട് ഇനിയും നന്നാക്കാൻ പറ്റും. നമ്മൾ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് ഒരു ജഡ്ജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. ആദ്യ ഒരു ദേവനന്ദ പൂക്കുറ്റി. ഓർക്കസ്ട്രയുടെ കാര്യം പറയാൻ വിട്ടുപോയിട്ട് ഉഗ്രനായിരുന്നേ, സൂപ്പറായിരുന്നു. എസ്പെഷ്യലി ഫ്ലൂട്ട്. യെസ് യെസ് യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അറിയാമെന്നിതാണെന്റെ ചേ
നമ്മുടെ ടോപ്പ് സിംഗറിലെ അതിമനോഹരമായിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ, സീ യു.